നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. ബിസിനസ്സിൽ നമുക്ക് നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചാലും നമ്മുടെ കയ്യിൽ ധനമുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അങ്ങനെ അല്ലാത്ത പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? ഈ വാച്ച് നമ്മുടെ എതിരാളികളിൽ നിന്നും പ്രത്യേകം നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളതാണ്. ഇത് നമ്മളെ നല്ല വഴിക്ക് നടത്താനും ഇത് സഹായിക്കുന്നു. ഇതിനെല്ലാം ഉതകുന്ന ഈ ശ്രീചക്രം എന്ന് പറയുന്നത് ഈ വാച്ചിന്റെ മധ്യഭാഗത്തായി കൊടുത്തിരിക്കുന്നു. ഈ വാച്ചിന്റെ ചുറ്റിലും 12 ഭാഗങ്ങളിലായിട്ട് വളരെയധികം അമൂല്യമായ 9 രത്നങ്ങളാണുള്ളത്. സൂര്യപ്രകാശത്ത് നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് തുടക്കമിട്ടാലും ശരി, അതൊരു തരത്തിലും മുന്നോട്ട് പോകാതിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് 4 മാസമായില്ലേ ഇത്? ഭാഗ്യം ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു. നിങ്ങളോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഈ സാധനം ടിവിയില് പരസ്യം കണ്ട് വാങ്ങിക്കേണ്ടെന്ന്. ഇതില് ശ്രീചക്രം ഉണ്ട്. ഇത് എവിടെ തൊടണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ പൊന്നു മോനെ, ഈ സാധനം വാങ്ങിച്ച അന്ന് മുതല് പട്ടിണി തുടങ്ങി. അത്രയും ദിവസം കഴിക്കാനെങ്കിലും ഭക്ഷണം ഉണ്ടായിരുന്നു. സാമ്യാണെങ്കിൽ കാണില്ലല്ലോ. അത് അവർക്ക് പൈസ കിട്ടിയില്ലേ? അത്യാവശ്യം എല്ലാവരും പൈസ കിട്ടി അവരവരുടെ വഴിക്ക് പോയി. നിങ്ങളല്ലാണ്ട് ബോധമില്ലാണ്ട് നിങ്ങളെ വാച്ച് ഇതുപോലൊക്കെ പരസ്യം കണ്ട് വാങ്ങിക്കോ? ദൈവം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഇനി കുറെ ഇവര് വിചാരിച്ച് നടക്കണേ. നിങ്ങളെപ്പോഴും മണ്ടൻ. ഞാൻ 7,000 പോയി കിട്ടി. 7,000 ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര പട്ട് സാരി വാങ്ങിക്കായിരുന്നു മനുഷ്യ. ഓ, നിന്റെ പട്ടുസാരി, ആ പട്ടുസാരി കംപ്ലീറ്റ് ഒരു ഇതിലെ പട്ടുസാരി കംപ്ലീറ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ഒരു സാധനം കിട്ടിയത്. വല്ല ലോട്ടറി എടുത്താലോ? ചിലപ്പോ ഈ വാച്ച് കിട്ടി പോയിട്ട് ആദ്യം ഇരിക്കണ ലോട്ടറി ആകെ കൊണ്ട് കൂട്ടി കത്തിച്ചാട്ടിക്കളാം. ഒരു ലോഡ് ലോട്ടറി കുടുംബത്തിരിക്കുന്നുണ്ട്. തടഞ്ഞിട്ട് നടക്കാൻ വയ്യ. ആ ലോട്ടറി കടലാസ് ഇട്ടെങ്കിൽ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. അത് തുണിയൊക്കെ തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലോട്ടറി കടലാസ് മൊത്തം അങ്ങോട്ട് തിരികെ കയറ്റി കഴിഞ്ഞാൽ അടിപൊളി ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കണക്കിന് ലോട്ടറി എടുക്കൽ നിർത്തി. അപ്പൊ ഉണ്ട് വാച്ച്. ഇനി ഇത് കഴിയുമ്പോഴേക്കും ഇനി എന്തിട്ടാണ് അവ കൊണ്ടുവരുന്നത്? ഭാഗ്യത്തിന്റെ പിന്നാലെ പോവല്ലേ. ഭാഗ്യം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഭാഗ്യം നമ്മുടെ അടുത്തേക്ക് വരും. അതാദ്യം മനസ്സിലാക്കും. അല്ലാണ്ട് ഈ വക ഇതിപ്പോ ഭക്തിയുടെ വ്യാപാരം ആയിരിക്കുമല്ലേ? എന്റെ പൊന്നു മോനെ, ഇപ്പൊ ഈ അമ്പലമായാലും എന്ത് പള്ളി ആയാലും എന്ത് സംഭവം ആയാലും ഈ പൈസ നമ്മൾ എവിടെ ചെന്ന് കയറലും പൈസ കൊടുക്കണ്ടേ? വേണ്ടേ? എന്ത് വഴിപാട് ആ വഴിപാടി നമുക്ക് പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കാണ്ട് എവിടെയും കയറി ചെല്ലാൻ പറ്റുമോ? ഇതല്ലല്ലോ, ഇത് ഡയറക്റ്റ് പറഞ്ഞല്ലേ. എന്നിട്ടിപ്പോ എന്തെങ്കിലും നടന്നാ? ഇത് കെട്ടിട്ട് 4 മാസം കഴിഞ്ഞു. എന്തെങ്കിലും ഒരു 100 രൂപയുടെ ഒരു നമ്മള് രത്നക്കല്ലും ശ്രീചക്രം ഉണ്ടെന്നല്ല പറഞ്ഞത്. അത് രത്നക്കല്ല്, അത് ശ്രീചക്രം അല്ലത്. അത് നോക്കത് എന്ത് ചക്രമാണ് ആദ്യം. രത്നക്കല്ല്. Subscribe now your funniest YouTube channel.